ഹായ് ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും നമ്മുടെ ദിയമോളെ കുറിച്ചിട്ടുള്ള പുതിയ അപ്ഡേഷന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരാണല്ലേ. നിങ്ങളെപ്പോലെ തന്നെയാണ് ഞാനും. നമ്മുടെ ദിയമോളെ കുറിച്ചുള്ള പുതിയ എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടിയോ, അവളെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു വിവരം കിട്ടിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന ആൾ തന്നെയാണ് ഞാനും. അപ്പോൾ കുറേ ആളുകളായി എൻ്റെ അടുത്ത് ചോദിക്കുന്നു, ദിയമോളെ കുറിച്ചുള്ള വീഡിയോകളൊന്നും ഇപ്പോൾ ചെയ്യാറില്ലല്ലോ, എന്താണ് പറ്റിയത്? അന്ന് ലാസ്റ്റ് ചെയ്ത വീഡിയോ ആണല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ലാസ്റ്റായിട്ട് ദിയമോളെ കുറിച്ചിട്ട് ജുനൈദ് ചെയ്ത ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ ജുനൈദൊക്കെ ലാസ്റ്റായിട്ട് കണ്ടുപിടിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ദിയമോളുടെ ഉമ്മയുടെ അടുത്ത് പറഞ്ഞപ്പോൾ ഉമ്മയുടെ സന്തോഷ വാക്കുകളൊക്കെ നമ്മൾ കേട്ടതാണ്. പക്ഷെ അതിൽ നിന്ന് എന്താണ് എന്ന് നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു വ്യക്തത നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് അടുത്തൊരു അപ്ഡേറ്റ് വന്നാലാണ് അതിനെക്കുറിച്ചുള്ള കറക്റ്റായിട്ടുള്ള വിവരം നമുക്ക് കിട്ടുള്ളൂ. അത് നമ്മുടെ ജുനൈദ് അതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടാലാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അദ്ദേഹം വീഡിയോസൊന്നും ഇടാറില്ല. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും പബ്ലിക്കായിട്ട് തുറന്ന് പറയാൻ അദ്ദേഹത്തിന് പറ്റില്ല. കുറച്ച് വിലക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പബ്ലിക്കായിട്ട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ അദ്ദേഹം നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ മുന്നിൽ വീഡിയോ ആയിട്ട് വരാത്തത് എന്നാണ് ഇപ്പോൾ തൽക്കാലം ലാസ്റ്റായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. കുറേ കാര്യങ്ങളൊക്കെ അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും നമുക്ക് പബ്ലിക്കായിട്ട് പറയാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ അദ്ദേഹം നിൽക്കുന്നത്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോസൊന്നും ചെയ്യാത്തത്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള അന്വേഷണങ്ങൾ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ദിയമോളെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ് കിട്ടിയോ എന്നുള്ള ഇതിലാണ് എനിക്കിപ്പോൾ ലാസ്റ്റായിട്ട് ഒരു ന്യൂസ് കിട്ടിയതിട്ടാ. എന്ന് വെച്ചാൽ നമ്മുടെ ദിയമോളുടെ ഉപ്പാക്ക് ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു സന്തോഷ വാർത്ത കേൾക്കാൻ വേണ്ടിയിട്ട് കാത്തിരുന്ന നമ്മുടെ മുന്നിലേക്ക് ഇപ്പോൾ ഒരു സങ്കട വാർത്തയായിട്ടാണ് ആ ഒരു കുടുംബം എത്തിയിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ആ ഒരു വാർത്ത കേട്ട ടൈമിൽ ഒരുപാട് വിഷമം തോന്നിയിട്ടാണ്. നമ്മളെല്ലാവരും കാത്തിരുന്നത് ഒരു സന്തോഷ വാർത്ത കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ടൈമിലാണ് ഇപ്പോൾ വീണ്ടും നമ്മളെല്ലാവരും വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുഃഖകരമായിട്ടുള്ള വാർത്ത വന്നത്. എന്താ പറയുക, നമ്മുടെ ദിയമോളുടെ ഉപ്പാക്ക് ഒരു ആക്സിഡൻറ്റ് എന്ന് വെച്ചാൽ അങ്ങനെയല്ല, നമ്മുടെ പണിക്ക് പോയ ടൈമിൽ ദിയമോളുടെ ഉപ്പാക്ക് ടൈൽസിൻ്റെ വർക്കാണ്. അപ്പോൾ ആ വർക്കിന് പോയ ടൈമിൽ അവിടെ നിന്ന് വർക്കിൻ്റെ ടൈമിൽ ഒരു അപകടം പറ്റിയതാണ്. ഇപ്പോൾ കുറേ നാളായിട്ട് പണിയൊന്നും ഇല്ലാതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു പണി കിട്ടിയപ്പോൾ പോയൊരു ടൈമിലാണ് ഇപ്പോൾ പഠിച്ചവന് വീണ്ടും ഒരു കുടുംബത്തെ പരീക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരുപാട് സങ്കടം തോന്നും. കാരണം ഇപ്പോൾ ദിയമോളുടെ ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ ഒരു ഫാമിലി ആയിട്ടാണ് കാണുന്നത് അല്ലേ. ദിയമോളെ കുറിച്ചിട്ടുള്ള ഓരോ വീഡിയോസും കാണുന്ന ആളുകൾ അല്ലെങ്കിൽ ഓരോ കമൻറ്റ് ഇടുന്ന ആളുകളെ പറ്റിയിട്ട് നമുക്ക് മനസ്സിലാവും അവരെല്ലാവരും അവരുടെ കുടുംബത്തിലൊരു കുട്ടിയായിട്ട് കണ്ടിട്ടാണ് ദിയമോളെ കിട്ടണം, അല്ലെങ്കിൽ ആ കുടുംബത്തിന് നല്ലത് നടക്കണം എന്നെല്ലാവരും വിചാരിക്കുന്നത്. അപ്പോൾ ആ ഒരു കുടുംബത്തിന് ഇങ്ങനെ വീണ്ടും ഒരു മോശമായിട്ടുള്ളൊരു പ്രവൃത്തി നടക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും വിഷമമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ദിയമോളുടെ ഉപ്പയുടെ കൈക്കും കാലിലും പരിക്കുണ്ടെന്ന് പറയണം. അപ്പോൾ ഓപ്പറേഷനൊക്കെ വേണ്ടി വരും. ഓപ്പറേഷൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും. ഓപ്പറേഷൻ കയറ്റിയെന്നൊക്കെയാണ് ലാസ്റ്റായിട്ട് കിട്ടിയൊരു വിവരം. അപ്പോൾ എന്താ പറയുക, ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. നമുക്കറിയാം സ്വാഭാവികമായിട്ട് ഒരുപാട് ഉയർന്നു നിൽക്കുന്ന ഒരു ഫാമിലി ഒന്നുമല്ല. നമുക്കറിയാം. അപ്പോൾ ദിയമോളുടെ കേസ് തന്നെ നമ്മുടെ ജുനൈദ് കുറേ ആളുകളൊക്കെ സഹായിച്ചിട്ടാണ് അവർ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ആ ഒരു കേസിൽ തന്നെ അവർ ഒരുപാട് തളർന്നിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരുപാട് പൈസ അവർ ചിലവാക്കിയിട്ടുണ്ട്. അതിന് പിന്നാലെ നടന്നിട്ട് തന്നെ ഒരുപാട് അവർ സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയും കൂടി വന്നപ്പോൾ ആകെ അത്താണിയായിട്ടുള്ള ഒരു ഉപ്പയും കൂടി ഇപ്പോൾ ഈ അവസ്ഥയിൽ കിടക്കുമ്പോൾ അവരുടെ കുടുംബത്തിന് വളരെ വിഷമകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ അവർ കടന്നു പോകുന്നത്. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് എന്തെങ്കിലും സഹായിക്കാൻ പറ്റണമെങ്കിൽ തീർച്ചയായിട്ടും ആ കുടുംബത്തെ സഹായിക്കാം. ഞാൻ നമ്മുടെ ദിയമോളുടെ ഉപ്പയുടെ നമ്പർ ഇവിടെ GPA കൊടുക്കാം. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്താണോ നമ്മളെ കൊണ്ട് പറ്റുന്നത് അത്തരത്തിലുള്ള ചെറിയ സംഖ്യകളാണെങ്കിലും അത് കൊടുത്ത് സഹായിക്കാം. നമ്മൾ കുറച്ച് പേരെങ്കിലും ഇല്ല, നമ്മൾ ചെറിയ സംഖ്യ ആണെങ്കിലും കുറച്ച് പേര് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു വലിയ സംഖ്യ തന്നെ ആവും. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്നത് എന്താണ്, ചെറുതാണോ വലുതാണോ, നമ്മളെ കൊണ്ട് പറ്റുന്നത് എന്താണ് അത് കൊടുത്തിട്ട് ആ കുടുംബത്തെ സഹായിക്കുക. നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും ആ കുടുംബത്തോട് ഒരുപാട് സ്നേഹം, ഒരുപാട് ആ കുടുംബത്തിൻ്റെ അവസ്ഥ ആലോചിക്കുമ്പോൾ സങ്കടമൊക്കെ ഉള്ള ആളുകളാണ്. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും കൊടുത്ത് സഹായിച്ചാൽ ആ കുടുംബത്തിന് വലിയൊരു ഉപകാരം തന്നെ ആവും. അപ്പോൾ GPA നമ്പർ ഞാൻ ഇവിടെ താഴെ കൊടുക്കാം. മറ്റാരുടെ നമ്പർ അല്ല കേട്ടോ, നമ്മുടെ ദിയമോളെ ഉപ്പയുടെ നമ്പർ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായിക്കാം. അപ്പോൾ ദിയമോളെ കുറിച്ചിട്ടുള്ള പുതിയ അപ്ഡേറ്റ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഉടൻ തന്നെ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ.